ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നു. ഉസ്താദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ആ ഉസ്താദിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീഡിയയുടെ മുമ്പിൽ കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഉസ്താദ് അവർക്ക് സഹായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവരെ പെൺകുട്ടികളുടെ കല്യാണമൊക്കെ ഉസ്താദ് നടത്തി കൊടുത്തിരുന്നതൊക്കെ. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് മതസൗഹാർദ്ദം. ഇങ്ങനെ വേണം മനുഷ്യന്മാർ. ഇന്ന് മതങ്ങൾ തമ്മിലടിക്കുന്ന, മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാം മതവും ഹിന്ദു മതവും ക്രിസ്ത്യൻ മതവും ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല മതങ്ങൾ തമ്മിലടിക്കണമെന്ന്. അന്നന്നത്തെ ഉള്ള വയറ്റുപഴപ്പിന് വേണ്ടി അണികളെ ഇരയാക്കി പല രീതികളിലും മതങ്ങളെ തമ്മിൽ തെറ്റിച്ച് മോശപ്പെട്ട രീതിയിലേക്ക് ഈ ലോകത്തെ, ഈ നാടിനെയും കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതല്ല നമ്മളുടെ വിഷയം. എങ്കിലും ഞാൻ ഈ വർഗീയത കാണിക്കുന്നവരുടെ ഇടയിൽ ഇതൊന്ന് സംസാരിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ ഓരോ പള്ളികൾ യാത്രയിലാണെങ്കിൽ പോലും വഴിവെക്കിൽ കാണുന്ന പള്ളിയിൽ, ആ പള്ളി കണ്ടാൽ ആ പള്ളിയിലുള്ള കബറാളികൾക്ക് വേണ്ടി ഉസ്താദ് ഫാത്തിഹ ഓതിയിരുന്നു പോണ വഴിവെക്കിൽ. ആ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ പള്ളി കാണുന്നത് എങ്കിൽ ദിക്കർ ചൊല്ലുകയാണെങ്കിൽ ആ ദിക്കർ അവിടെ നിർത്തി അവിടുത്തെ ആളുകൾക്ക് പേരിൽ ഒരു ഫാത്തിഹ ഓതി പിന്നെ ഇതിൻ്റെ ദിക്കറോ സലാത്തോ അത് തുടർന്ന് പോവാറാണ് പതിവ്. ഇതാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ. ഇപ്പോൾ ഒരു ഉസ്താദ് ഒരു പള്ളിയിലേക്കോ ഒരു ഭവനത്തിലേക്കോ കയറുകയാണെന്നുണ്ടെങ്കിൽ കിബില എവിടെയെന്നാണ് ഉസ്താദ് ചോദിക്കുക. അത്രയും സൂക്ഷ്മതയാണ്. കിബിലയ്ക്ക് നേരെ ആ ചെരുപ്പ് വെക്കുന്നത് അതപകേടാണെന്ന് ഉസ്താദിൻ്റെ അറിയാം. അത്ര സൂക്ഷ്മതയോടുകൂടി ആരാണ് നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പള്ളിയുടെ നേരെ കിബിലയ്ക്ക് നേരെയാണ് ചെരുപ്പിട്ടിരിക്കുന്നതെന്ന് നമ്മൾ നോക്കാറില്ല. അവർക്ക് അത്ര അള്ളാഹുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിലേക്ക് അടുക്കണമെന്നുള്ളത് കൊണ്ടും അത്ര വലിയ സൂക്ഷ്മതയുള്ളൊരു പണ്ഡിതന്മാരാണ് അവർ. അള്ളാഹു അവിടത്തേക്ക് പേര് പറഞ്ഞതിനാൽ അള്ളാഹു നമ്മളേക്ക് വിജയിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും. അതുകൊണ്ട് എനിക്ക് തരണം ചെയ്തു പോകാൻ മഹാന്മാരുടെ പേരിൽ എപ്പോഴും ഫാത്തിഹ ഓതുക. നമ്മൾ മോശക്കാരാണെങ്കിൽ പോലും അവർ മോശക്കാരല്ല. അവരെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് അള്ളാഹു അവരെ ആദരിച്ചുകൊണ്ട്, അപ്പോൾ ആ ആദരവിൽ അള്ളാഹ് ആദരിച്ചു കൊണ്ട് അവരോടുള്ള ബഹുമാനവും ഇഷ്ടവും നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആഹിറം വരെ നമുക്ക് രക്ഷപ്പെടും. അവരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ എപ്പോഴും ഓതുക. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സഹോദരങ്ങളെ പറയട്ടെ, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹയും അതുപോലെ തന്നെ യാസീനൊക്കെ നമ്മൾ ജീവിതത്തിൽ, അത്തിപ്പറ്റ ഉസ്താദ് എന്നല്ല എല്ലാ ഔലിയാക്കളുടെ പേരിലും നമ്മൾ ഫാത്തിഹ ഓതണം. കാരണം യാസീൻ എന്ന മഹാന്മാരായിട്ടൊക്കെ ഒരു ബന്ധം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നമ്മൾ മോശക്കാരാണെങ്കിലും അവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ അതിനൊരു കാരണമാകും. ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് പഠിക്കാനുണ്ട്. എപ്പോഴും ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സമയം തിരിച്ചു കിട്ടില്ല എന്നുള്ളത്. നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നതാണ് അല്ലേ? നന്മയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, തിന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും സമയം കണ്ടെത്തരുത്. തിന്മ എന്ന് പറഞ്ഞാൽ ഇന്ന് കൂട്ടുകാരെ തകർക്കാനും അല്ലെങ്കിൽ ഒരു നല്ലൊരാൾ ഉയർന്നു കാണുന്നത് കണ്ടാൽ അവനെ തറ പറ്റിക്കാനൊക്കെ സമയമല്ലേ നമ്മൾ മെനക്കെടുത്തുന്നത്. അത് ആ സമയം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണമെന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ വിജയിക്കും. അത് നമ്മൾ ആരും ചെയ്യാറില്ല. അള്ളാഹുവിന് അടുക്കുക എന്നുള്ളത് ആരും ചെയ്യാറില്ല. എല്ലാവരെയും പാരവെക്കാനും അതുപോലെ തന്നെ പല മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതിന് പകരം പിശാചിന് തൃപ്തിയുള്ളതും സന്തോഷമുള്ളതാണ് ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിന് സന്തോഷമുള്ളത് നമ്മൾ ചെയ്യുക. ബഹുമാനപ്പെട്ടവരൊക്കെ എത്രയോ 24 മണിക്കൂറും അള്ളാഹുവിലേക്ക് അടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒറ്റ കറാമത്തുകൾ മാത്രം ഞാൻ പറയാം. ഒരു മൂത്രം പോവാഞ്ഞിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു,
വെള്ളം കൊടുക്കരുത് എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ വിളിച്ചു, അത്തിപ്പറ്റ ഉസ്താദിനെ വിളിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ അതങ്ങ് ശരിയായിക്കോളുമെന്ന്. അപ്പോൾ ഡോക്ടർമാർ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരിക്കലും വെള്ളം കൊടുക്കരുത് എന്ന്. അത്രയേറെ വയറൊക്കെ നിറഞ്ഞ് വലിയൊരു ഡേഞ്ചറായൊരവസ്ഥയിലായിരുന്നു. ആ ഫാത്തിഹ ഭാര്യ പറഞ്ഞ് വെള്ളം കുടിക്കരുത്, ഉസ്താദ് പറഞ്ഞാൽ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ആ ഫാത്തിഹ ഓതി കുടിച്ചപ്പോൾ ഫാത്തിഹയിൽ വെള്ളത്തിൽ മന്ത്രിച്ച് ഓതി കുടിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മൂത്രമൊഴിച്ചു. അദ്ദേഹത്തിൻ്റെ രോഗവും ശിഫയായി. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് എങ്ങനെ എടുക്കണമെന്ന് ആ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും അവരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതിയാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. അള്ളാഹുവിലേക്ക് ഇഷ്ടമുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ മറ്റുള്ളവരെ പാര വെച്ചുകൊണ്ട് ഈ ജീവിതം നമ്മൾ മുമ്പോട്ട് പോയാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. മനുഷ്യനായി നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി നമ്മൾ ജീവിക്കുക. വളരെ മോശപ്പെട്ട രീതിയിൽ മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ ജീവിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.